قضية غزة؟ ولماذا العلماء السلفيون ساكتون في هذه القضية؟ في المقابل هناك بعض طلبة العلم هم أيضا ينتسبون السلفية يقولون أن موقفنا نحو الدولة السعودية الحالية السقوط والتوقف، أي لا ننكر ولا نثني عليها لأن ما فيها بعض المنكرات. أما الشطر الأول فمن قال إن العلماء السلفيين وطلبة العلم السلفيين ساكتون؟ تكلموا ليل نهار وردوا وتباكوا على إخوانهم وندموا على حالهم وتحسروا لما يعيشون ودعوا على اليهود. لا فرق بين فعلهم وبين فعل أي حركة، إلا أن السلفيين زادوا شيئا، وهو التحذير والذم لحماس الإخوانية اللي تسببت في هذا الأمر. فجمعوا بين أمور ثلاثة: تحسروا لحال إخوانهم المستضعفين في غزة، وزادوا بغضا على بغضهم الكبير لليهود، وزادوا ذما للإخوان وحماس لما رأوا من تسببهم في إفساد، لما رأوا من تسببهم في إهلاك إخوانهم في غزة. والحركيون في المقابل يرون أنفسهم فعلوا شيء. ماذا فعلوا؟ إلا الانبطاح لليهود عند المصلحة، عند مصلحة حزبهم، وفي المقابل عكس ذلك. فحسن البنا يقول، بل أحمد ياسين رأس حماس يقول اليهود إخواننا. هذا ما قاله السلفيون قط. نعم. ചോദ്യം പല ആളുകളും ചോദിക്കാറുണ്ട്. അതായത് എന്താണ് സൗദി അതുപോലെ ഇവിടെയുള്ള പണ്ഡിതന്മാർ ഫലസ്തീനു വേണ്ടി ഗസക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തത്? അതിനുള്ള ഉത്തരമാണ് ഷെയ്ഖ് പറഞ്ഞത്. ആരാണ് പറഞ്ഞത് അവരൊന്നും ചെയ്യുന്നില്ല എന്നത്? ഇവിടുത്തെ പണ്ഡിതന്മാർ, ഇവിടുത്തെ തുല്ലാബുൽ ഇൽം ഫലസ്തീനു വേണ്ടി ഗസക്ക് വേണ്ടി അവരുടെ അവസ്ഥയിൽ വേദനിക്കുന്നു, അവർക്ക് വേണ്ടി കരയുന്നു, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അതോടൊപ്പം അവരുടെ ഈ അവസ്ഥക്ക് കാരണക്കാരായ ഹമാസിനെ, ഇഖ്വാനി ആശയം വെച്ച് പുലർത്തുന്ന ഹമാസിനെ അവരെതിർക്കുകയും ചെയ്യുന്നു. അപ്പൊ നോക്കൂ, ഈ അവരുടെ കാര്യത്തിൽ ഇഖ്വാനികൾ എന്താണ് സലഫികളെക്കാൾ ചെയ്തത്? സലഫികൾ 3 കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്ന്, തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ അവസ്ഥയിലുള്ള പ്രയാസവും സങ്കടവും ഖേദവും. 2, യഹൂദികളോടുള്ള അഹ്ലുസുന്നത്തിന്റെ വിരോധം അത് ഉള്ളതിനേക്കാൾ വർദ്ധിച്ചിരിക്കുന്നു. അതോടൊപ്പം ഈ ഹമാസിനെതിരെ അവർ താക്കീത് ചെയ്യുന്നു. കാരണം ഈ രൂപത്തിൽ അവസ്ഥ മുസ്ലിമീങ്ങൾക്ക് വരുത്തി വെച്ചതിന്. അതേസമയം ഇഖ്വാനികൾ, ഈ ആളുകൾ എന്താണ് ചെയ്യുന്നത്? അവർക്ക് ആവശ്യമുള്ളപ്പോൾ യഹൂദികളോട് പോലും, അവരുടെ കക്ഷിക്ക് ആവശ്യം വന്നാൽ യഹൂദികളോട് പോലും ചേരുന്ന അവസ്ഥയാണ് അവർക്കുള്ളത്. ഹസനുൽ ബന്ന ഇങ്ങനെ യഹൂദികളുടെ മായുള്ള നിലപാടിൽ വെള്ളം ചേർത്ത വാക്കുകൾ അയാൾക്കുണ്ട്. അതുപോലെ അഹമ്മദ് യാസീൻ, ഹമാസിന്റെ നേതാവായിരുന്ന, തലവനായിരുന്ന അഹമ്മദ് യാസീൻ പറഞ്ഞിട്ടുണ്ട്, യഹൂദികൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന് വരെ പറഞ്ഞത് കാണാം. അപ്പൊ ഇത് അല്ല, സലഫികൾ ഇങ്ങനെയല്ല, മറിച്ച് അവർ ശരിയായ ഇസ്ലാമിക നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. ثم لما فعلت حماس الإخوانية فعلتها وهيجت اليهود على المستضعفين، قام السلفيون ببيان خطأ هذا الفعل وأنه يضر المسلمين أكثر مما ينفع والواقع خير شاهد. في المقابل خرج أغبياء الحزبية وكلهم أغبياء، لأن سفيان قال ما رأيت مبتدعا عاقلا قط، فقال عند حماس أسلحة سترون الوقت المناسب في إخراجها. انتهت غزة، نسأل الله أن يلطف بإخواننا. أين أسلحتهم؟ ولماذا اليهود متواطئة معهم؟ لما أراد اليهود قتل الرافضي حسن نصر الله ضربوه بصواريخ 7 أدوار في الأرض. لماذا لا يضربون حماس في أنفاقهم؟ مما يدلك أن وراء الأكمة ما وراءها. نعم. ഹമാസ് അവർ ഈ അറിയപ്പെട്ട ഒക്ടോബറിൽ നടന്ന ആ സംഭവം, ഇപ്പോൾ യുദ്ധത്തിന് പ്രധാനപ്പെട്ട കാരണമായ സംഭവം, അവരെ ചെയ്തപ്പോൾ അഹ്ലുസുന്ന അതിനെ എതിർത്തു. നിങ്ങൾ ഈ ചെയ്ത പ്രവർത്തനം മുസ്ലിമീങ്ങൾക്ക് ഉപകാരമല്ല, ഉപദ്രവമാണ് ഉണ്ടാക്കി വെക്കുക എന്നത് അഹ്ലുസുന്നത്ത് സലഫികൾ ആ സമയത്ത് വ്യക്തമായി പറഞ്ഞു. ഈ നടന്ന സംഭവങ്ങൾ അതിന് ഏറ്റവും വലിയ സാക്ഷിയാണ്. ഇതിനേക്കാൾ വലിയ സാക്ഷ്യം വേറെ വേണ്ടതില്ല. അതേസമയം ഈ ഇഖ്വാനികൾ, ബുദ്ധിയില്ലാത്ത ആളുകൾ, അവരെല്ലാം ബുദ്ധിയില്ലാത്ത ആളുകളാണ്. കാരണം
സുഫിയാൻ റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, ബിദഅത്തുകാരിൽ ഒരു ബുദ്ധിയുള്ള ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല, ബുദ്ധിയുള്ളവരുണ്ടാവുകയില്ല എന്ന് പറഞ്ഞത് കാണാം. അവർ പറഞ്ഞു ഈ സംഭവം ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് കാണാം ഹമാസിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ, അത് നിങ്ങൾക്ക് കാണാം, അവരാവശ്യം വരുമ്പോൾ അത് പുറത്തെടുക്കും എന്ന് പറഞ്ഞു. ഗസ മുഴുവൻ തീർന്നു, ബാക്കിയില്ല. എവിടെയാണ് ഹമാസിന്റെ ആയുധങ്ങൾ? എവിടെയാണ് അവരത് പുറത്തെടുത്തത്? എന്താണ് യഹൂദികൾ ഇവരോട് ഈ രൂപത്തിൽ ഒരു അവധാനത ഹമാസിനോട് കാണിക്കുന്നത്? ഹസൻ നസറുള്ളയെ കൊല്ലാൻ യഹൂദികൾ തീരുമാനിച്ചപ്പോൾ 7 തട്ടുകൾക്കടിയിൽ അയാളെ ഒറ്റയടിക്ക് കൊലപ്പെടുത്തിയത് കാണാം. അതേസമയം തരംഗങ്ങൾക്കുള്ളിൽ കഴിയുന്ന ഹമാസിനെ ആ രൂപത്തിൽ അവർ തീർക്കുന്നത് കാണുന്നില്ല. മറിച്ച് അവരുടെ ഈ കാര്യം മുതലെടുത്ത് മുസ്ലിമീങ്ങളെ, സാധുക്കളായ ദുർബലരായ ഒന്നുമില്ലാത്ത മുസ്ലിമീങ്ങളെയാണ് അവർ, ബാക്കിയുള്ളവരാണ് കൊന്നു തീർക്കുന്നത്. وأحداث غزة من المواقف التي فاحت فيها رائحة مميعة. فمن المميع من أخذ يمجد حماس ويثني عليها كما فعل فيصل قزار وأمثاله. ومن المميعة من ترك أصول أهل السنة في الجهاد، وأنه في حالة ضعف لا يشرع الجهاد. بل يقول فيصل قزار والقرضاوي كان مصيبا لما منع الصلح مع اليهود خلافا للشيخ بن باز، وأن قول بن باز تطبيع مع اليهود إلى غير ذلك. فأظهرت حادثة حماس رائحة المميعة. وهكذا الأحداث كلما وقع حدث، بل يقول فيصل قزار، وأنا قلت لكم يعني تشعر أنهم أصبحوا مجانين، يقول غزة انتصرت بجميع المقاييس. لا إله إلا الله. أنا يعني أحسن تفضل. നോക്കൂ, ഈ ഗസയിലെ ഈ സംഭവങ്ങൾ, ഈ മുമയ്യഅത്തായ സലഫിയത്തിൽ വെള്ളം ചേർത്തിട്ടുള്ള ആളുകളുടെ തനി നിറം, അവരുടെ ശരിയായ നിറം എന്താണോ അത് പുറത്തേക്ക് കൊണ്ടുവന്നു. കാരണം ഈ സംഭവം ഉണ്ടായപ്പോൾ ആളുകൾ കാണാം അവർ ഹമാസിനെ പുകഴ്ത്തി പറയുന്നത്, അവർ ചെയ്ത് ശരിയായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അതിനുള്ള ഉദാഹരണമാണ് കുവൈത്തിലെ ഫൈസൽ ഖസാർ എന്നു പേരിലെ ആൾ. അദ്ദേഹം പറഞ്ഞു എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, യഹൂദികളുമായി സന്ധി ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഇബ്നു ബാസിനോട് നേരെ എതിരായി വാദം ഉന്നയിച്ച ഖർദാവി, യൂസുഫ് ഖർദാവി, അത്രയും വഴിപഴച്ച അയാളുടെ അഭിപ്രായമായിരുന്നു ശരി. മറിച്ച് യഹൂദികളുമായി ആവശ്യം വന്നാൽ കരാറുണ്ടാക്കാം എന്ന് പറഞ്ഞ് ഇബ്നു ബാസിന്റെ വാദം തെറ്റായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഫൈസൽ ഖസാർ എത്തി. അതുപോലെ നോക്കി, ഇവരുടെ ബുദ്ധി അങ്ങേറ്റം ഇല്ലാതായിപ്പോയി എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഫൈസൽ ഖസാർ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞു, ഗസ വിജയിച്ചിരിക്കുന്നു. ഈ എല്ലാ മാനദണ്ഡങ്ങളും വെച്ച് നോക്കിയാലും, ഏത് അളവുകോലും എടുത്തു നോക്കിയാലും ഗസ വിജയിച്ചിരിക്കുന്നു. ഈ അവസ്ഥയെക്കുറിച്ച് ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായപ്പോൾ പറയുകയാണെന്ത്, ഗസ വിജയിച്ചു. ഹമാസിനെ വിജയിപ്പിക്കാൻ അവർ ചെയ്ത് ശരിയായിരുന്നു എന്ന് പറയാൻ നോക്കൂ. നിങ്ങൾ എവിടെയാണ് ഈ ആളുകളുടെ ബുദ്ധി പോയത് എന്ന് ചിന്തിച്ചു നോക്കുക. ولا يزال مصرا على ذلك. والله لو كانت هذه المجزرة والإبادة في الكويت حماها الله وشرد هو وأهله، ورأى ولده مقتولا وزوجته مشوهة وأمه وفرق عن أمه وإخوته ودمر بيته، والله لا يقول إن هذا نصر بجميع المقاييس. لكن على المستضعفين، فمن الذي يرحم؟ فمن الصادق في رحمته؟ الذي يدعو لتوريط المستضعفين، أو الذي يقول اتقوا الله ولا تورطوهم ويعاتب من كان سببا في توريطهم؟ نعم. ഈ പറഞ്ഞ ഫൈസൽ ഖസാർ ഇന്നും ഈ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഗസ വിജയിച്ചിരിക്കുന്നു എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അയാൾ കുവൈത്തിലാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, അയാൾക്കാണിത്, കുവൈത്തിലാണിത് സംഭവിച്ചെങ്കിൽ, ഈ കൂട്ടക്കൊലയും ഈ സമൂഹത്തെ ഒന്നാകെ ഇല്ലായ്മ ചെയ്യില്ല അവിടെയാണ് സംഭവിച്ചിരുന്നതെങ്കിൽ, അള്ളാഹു കാത്തുരക്ഷമാറാകട്ടെ, അവിടെയാണ് സംഭവിച്ചിരുന്നെങ്കിൽ, അയാളുടെ വീടാണ് ഇതുപോലെ തകർന്നത് എങ്കിൽ, അയാളുടെ മക്കളാണ് കൊല്ലപ്പെട്ടത് എങ്കിൽ, അയാളുടെ ഉമ്മക്കും ഭാര്യക്കൊക്കെയാണ് ഇത് സംഭവിച്ചതെങ്കിൽ, അയാൾ ഒരിക്കലും ഇത് പറയുകയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആർക്കാണ് മുസ്ലിം ഉമ്മത്തിനോട് കൂടുതൽ റഹ്മത്തുള്ളത്? ഈ മുസ്ലിമീങ്ങളായ ആളുകളെ
ഈ പാവങ്ങളായ മുസ്ലിമീങ്ങളെ ഇങ്ങനെ കൊലക്ക് വിട്ടുകൊടുക്കാൻ, നാശത്തിന് വിട്ടുകൊടുക്കാൻ പറയുന്ന ആളുകൾക്കാണോ? അതല്ല, ഈ സാധുക്കളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവരിങ്ങനെ നിങ്ങൾ കൊല്ലാൻ വിട്ടുകൊടുക്കല്ലേ എന്ന്, അതിന് വഴിയൊരുക്കല്ലേ, അതിന് വഴിയൊരുക്കുന്ന കാര്യങ്ങൾ ചെയ്യല്ലേ എന്ന് പറയുന്ന ആളുകൾക്കാണോ? ആർക്കാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളോട് റഹ്മത്തുള്ളത്, കാരുണ്യമുണ്ട്? وفيصل إجزار بما أنه ذكر أختصره في كلمة. فيصل إجزار التناقض لفظ ومعناه. تفهمون هذا الكلام؟ كان قبل يدعو للرجوع العلماء، والآن يمنع من ذلك. كان قبل يخطئ من ينكر علانية الحكام، والآن يدعو إلى ذلك. كان قبل يشيد بموقف العلامة بن باز في الصلح مع اليهود، والآن عكس ذلك. كان قبل يقول لا جهاد في حال الضعف إلى آخره، والآن يعد هذه شروطا مبتدعة. كان قبل يتكلم في حماس، والآن يشيد بهم ويعدهم مجاهدين، إلى غير ذلك من التناقض الكثير. عافاني الله وإياكم. ഫൈസൽ ഖസാർ എന്ന് പറയുന്ന ആളെ കുറിച്ച് പരാമർശിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ പറയട്ടെ. ഷെയ്ഖ് പറയാണ്, അതായത് ആളെ ഒരു വാക്കിൽ ചുരുക്കി പറഞ്ഞാൽ വൈരുദ്ധ്യം എന്ന് പറയാം. അതിന്റെ വാക്കിലും അതിന്റെ അർത്ഥത്തിലും ഒക്കെ ആള് വൈരുദ്ധ്യത്തിന്റെ ഒരു പര്യായമാണ്. ആള് നേരത്തെ പണ്ഡിതന്മാരിലേക്ക് മടങ്ങണം നിങ്ങൾ കാര്യങ്ങളിൽ എന്ന വാദക്കാരനായിരുന്നു. ഇന്ന് നേരെ തിരിച്ചത് പാടില്ല എന്ന് പറയുന്ന ആളാണ്. ഭരണാധികാരികൾക്കെതിരെ പരസ്യമായി സംസാരിക്കരുത് എന്ന വാദക്കാരനായിരുന്നു. ഇന്ന് നേരെ തിരിച്ച് അങ്ങനെ സംസാരിക്കാം എന്ന് പറയുന്ന ആളാണ്. യഹൂദികളുമായി സന്ധിയിൽ ഏർപ്പെടാം എന്ന ഇബ്നു ബാസിന്റെ വാദമായിരുന്നു ശരി എന്നായിരുന്നു നേരത്തെ വാദം. ഇപ്പൊ അതിന് നേരെ എതിരെ, അത് പാടില്ല എന്നാണ്. അതുപോലെ മുസ്ലിമീങ്ങളുടെ ദഅഫിന്റെ അവസ്ഥയിൽ, ദൗർബല്യത്തിന്റെ അവസ്ഥയിൽ ജിഹാദ് പാടില്ല എന്നായിരുന്നു നേരത്തെ ആളുടെ വാദം. ഇപ്പൊ നേരെ തിരിച്ചാണ് പറയുന്നത്. അതുപോലെ നേരത്തെ ഹമാസിനെ എതിർത്ത ആളായിരുന്നു. ഇപ്പൊ ഹമാസ് മുജാഹിദുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരാണ് എന്ന് പറയുന്ന ആളാണ്. ഇങ്ങനെ ആള് തികഞ്ഞ വൈരുദ്ധ്യമാണ് ആളുടെ വാദങ്ങൾ. أما القول أين موقف العالم الإسلامي والدول العالم الإسلامي؟ المسلمون اليوم ضعفاء. لما اليهود فعلوا فعلتهم بتدبير مع حماس، أتى أسطول البحر في 500,000 جندي أمريكي. أنت لا تحارب اليهود، تحارب أمريكا وأوروبا. من يستطيع من الدول المسلمين اليوم أن يحاربهم؟ هل النبي صلى الله عليه وسلم لما كان في مكة أو وافق على صلح حديبية بعد ذلك هل كانت خاذلا؟ لا. فرق بين حال القوة وحال الضعف. ഇനി മുസ്ലിം രാജ്യങ്ങൾ എന്ത് ഇവർക്ക് വേണ്ടി ചെയ്യുന്നു, ഈ വിഷയത്തിൽ ചെയ്യുന്നെന്ന് ചോദിച്ചാൽ, മുസ്ലിം നാടുകൾ, മുസ്ലിമീങ്ങൾ ഇന്ന് ദൗർബല്യത്തിലാണ്. അവർ ശക്തിയിലല്ല ഉള്ളത്. നമ്മൾ നോക്കൂ, ഈ സംഭവം ഹമാസിന്റെ കാരണത്താൽ ഉണ്ടായ ഈ സംഭവം ഉണ്ടായപ്പോൾ അവിടെ കടലിൽ എത്രയോ അമേരിക്കൻ സൈന്യമാണ് അവരുടെ കപ്പൽ വന്നു നിന്ന സമയമാണ്. അപ്പൊ ഇന്ന് മുസ്ലിമീങ്ങളുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ അത് യഹൂദികളോടുള്ള യുദ്ധമല്ല, മറിച്ച് ഈ അമേരിക്കൻ സൈന്യത്തോടുള്ള യുദ്ധമാണ്. മുസ്ലിമീങ്ങൾ അതിന് ശേഷിയുള്ള കാലത്തല്ല ഉള്ളത്. മുസ്ലിമീങ്ങൾ അവർക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യ അതിനുവേണ്ടി രാജ്യങ്ങളുടെ യോഗങ്ങൾ ചേരുന്നു, അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നു, സാധ്യമാകുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു. أما ما يتعلق بالدولة السعودية، وأختصر اختصار لأنه يؤذن الآن، فلست مستغربا من الحركيين ومن البدع أن يكون لهم موقف سلبي. هذا موقفهم قبل وبعد. ولست مستغربا من مميع، فهم ميعوا الدين ومسائل العقائد فضلا عن مسائل المنهج فضلا عن الدولة السعودية. وإنما الاستغراب من سلفي أن يخدع. أي دولة اليوم تنصر اعتقاد السلفي إلا هي؟ الدولة الوحيدة في العالم، الوحيدة في العالم لا يسمح لأحد أن يشرح كتابا غير الاعتقاد السلفي. لا يسمح للصوفي ولا الأشعري ولا الماتريدي. الدولة الوحيدة التي أسكتت الليبراليين وغيرهم. ليس في السعودية ليبرالي يدعو إلى ليبراليته، ومن كان يفعل ذلك قبل سحبوه ودعوا للتحقيق، منهم من سجن وأنا وقفت على شيء، ومنهم من منع. الدولة الوحيدة في العالم التي تهتم بقضايا المسلمين. من الذي تسبب في فك أزمة سوريا والوقوف معها؟ أليس السعودية؟ من الذي رمى الأطعمة من الطائرات على غزة؟ أليس السعودية؟
من الذي وقف ضد الرافضة وإيران؟ أليس السعودية؟ من الذي ينشر الدعوة السلفية في العالم؟ أليس السعودية؟ والسعودية ليست معصومة، عندها منكرات كغيرها، والمنكرات ليس اليوم. العلامة بن باز أدرك الربا في زمانه في الدولة السعودية ولم يمنعه من الدفاع عنها، وأدرك منكرات ولم يمنعه، لأنه يرى ظهور التوحيد. الدولة الوحيدة في العالم ليس فيها كنيسة، ليس فيها إلا المساجد. الدولة الوحيدة في العالم لا تدرس جامعات إلا الاعتقاد السلفي. ثم يأتيك سلفي يقول أتوقف الدفاع عن السعودية. لا إله إلا الله، والله إني أعجب. وهذا السلفي مسكين خدع من الضغط من كلام الناس، وإلا المنكرات موجودة قبل وبعد. صحيح زادت، لكن في المقابل زاد خير عظيم وأسكتت منكرات كثيرة. أتدرون أن خرج قرار منع الممرضات والطبيبات أن تتكشف في المستشفى؟ زوروا المستشفيات. ليس في السعودية مستشفى يسمح للسعودية أن تتكشف، لابد أن تغطي وجهها. قد تتساهل تخرج شيء من شعرها، ولكن حقا تشكيها. هذا أين في العالم؟ في تركيا؟ لا في تركيا. صدقني الحركيون يمجدون تركيا صح، وأنا أقول الله يعز تركيا بالتوحيد السنة، لكن لا يجوز الظلم. في المدارس يمنع منعا باتا للبنات أن تتبرج. أين هذا في العالم؟ في السعودية قوانين تترى منع الربا في البيع والشراء بالربا، منع التابي وتمارا، ومنع الشروط الربوية فيها وفي غيرها. أين هذا في العالم؟ يعني والله لا أدري ماذا أتحدث عن السعودية. قبل أيام، قبل زمن، إلى الآن تأتي طائرة في السماء تمر على أجواء السعودية، يقول قائد الطائر نحن سنقرب من أجواء السعودية ويمنع شرب الخمر، توقفوا حتى يتجاوزوا. ومن شرب الخمر في الأجواء السعودية يعاقب بالغرامة. قبل زمن، قبل أشهر، كان هناك مشكلة في البحر، فأرادوا أن يمروا على الطريق السعودية قوارب تحمل الخمر إلى دولة ما، وقالوا نعطيكم ملايين، فرفضت السعودية. أين هذا يا شيخ في العالم؟ هذا في عهد الملك سلمان والأمير محمد سلمان، أسأل الله يعزه بالتوحيد والسنة. ألا ترون ماذا فعلوا لإخواننا في سوريا؟ واجهوا العالم. الناس كل يبحث عن مصلحته، هم فعلوا مصلحتهم وأيضا لم ينسوا إخوانهم، وقفوا معهم. فالكلام يطول. أنا والله مذهول ومتعجب ومستغرب ومنصدم، وأكاد أصعق من سلفي ليس حزبيا، ليس من حزبي ولا من تميع ولا من أشعري ولا رافضي، من سلفي يدخله الشك في السعودية. أليس في هذه السنة في ربيع أول خطب الحرمان في التحذير من البدعة، بدعة المولد النبوي؟ أليس كذلك؟ هذا ما سمعناه من 20 سنة، أنا ما سمعت من 20 سنة. في عهد من؟ الملك سلمان والأمير محمد بن سلمان. لماذا فعلوا ذلك؟ هل يستفيدون مال؟ هل يستفيدون مالا؟ بالعكس تقوم عليهم الدنيا، ولم يبالوا بأحد. ودائما يكرر الأمير محمد بن سلمان يقول نحن أقوياء ثابتون على عقيدتنا. وله كلمة تكتب بماء الذهب في رعد الشمال لما جمع ما يقرب من 500,000 تقريبا من الجيش في العالم الإسلامي، قال ليس أسوأ ما في الإرهاب قتل الأبرياء، وإنما أسوأ ما في الإرهاب تشويه العقيدة الإسلامية. من الحكام اليوم يتكلم عن عقيدة إسلامية؟ عندكم في الهند لما ذهب الحكام والرؤساء يزورون خبر من؟ غاندي. رفضت السعودية في عهد الملك سلمان بن سلمان. ما هذه العزة؟ ثم وحدث الشيخ وصي قال أخذت تتكلم القنوات والإعلام لأن هؤلاء على المعتقد السلفي والسلفية منعون من هذا. من الحكام يعرف كلمة السلفية؟ والله يا إخواني قبل زمن، قبل أشهر أو أقل أو أكثر، جاء توجيه من الديوان الملكي للجامعات الإسلامية في السعودية، في الجامعات السعودية، احرصوا على ترجمة كتب السلفية. وحدثني وكيل في وزارة الإسلامية أنا جاء أمر الملك سلمان بإقامة مؤتمر في الدعوة إلى السلفية. أين هذا في العالم؟ ثم يأتي سلفي، إنا لله وإنا إليه راجعون. أسأل الله أن يعزها بالتوحيد والسنة. وأنا والله لا أتكلم لأني سعودي، أقسم بالله لا أتكلم لأني سعودي، أتكلم لأنني
سلفي. وأفرح بهذه الدولة، زار هذه الدولة حماد الأنصاري وإسماعيل الأنصاري وسيد قطب، جاءوا في الحج. الشيخ إسماعيل حماد لما سمعوا بها طاروا فرحا، فلما جاءوا زادوا فرحا. سيد قطب لما سألوا كيف رأيت السعودية قال يبيعون البضائع بأسعار مرتفعة للحجاج فقط، ما رأى القبولة هدمت والأضرحة زيلت ولا قبر يعبد من دون الله. أنا لا أحب أتكلم عن الدول الأخرى، لكن اللبيب بالإشارة يفهم. قلب بصرك، أقرب الدول إلينا ما هي بالنسبة للسعودية؟ يعني أسأل الله أن يهدي الجميع. أنا والله لست، شوف السعودية إذا استمرت على توحيدها سيعزها الله ويقويها، وهي الحمد لله ترتفع كل يوم بعد يوم ويزيد الله قوة ومكانة إلى آخره. حسرتي على سلفي يخدع، والله العظيم حسرتي على سلفي يخدع. أما السعودية إن شاء الله بما أنها على التوحيد سيعزها الله. إن تنصر الله ينصركم. نحن نرى بأعيننا كيف التقدم السعودي، كل يوم يتقدمون وكل يوم يسابقون ويناطحون، لكن الحسرة على السلفيين. أحسن الله عزاءنا في سلفي مخدوع. ഇനി നമ്മൾ ഇന്നലെ ഷെയ്ഖ് അബ്ദുൽ അസീസ് റയീസ് ഹഫളഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മജ്ലിസിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ അവസാന ഭാഗം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി പറയാൻ മഗ്‌രിബ് നിസ്കാരത്തിന് സമയമായതുകൊണ്ട് സാധിച്ചിരുന്നില്ല. ഒരു ചെറിയ ഭാഗം ഈ നാടിനെക്കുറിച്ച്, സൗദി അറേബ്യയെക്കുറിച്ച് ചോദിക്കപ്പെട്ടൊരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്. അതിൻ്റെ പരിഭാഷ ഞാൻ കേൾപ്പിക്കുകയാണ് ഇൻഷാ അള്ളാഹ്. ചോദ്യം എന്തുകൊണ്ടാണ് ചില ആളുകൾ, സലഫികളായി അവകാശപ്പെടുന്ന ചില ആളുകൾ ഇക്കാലത്ത് പറയാറുണ്ട് സൗദി അറേബ്യയെക്കുറിച്ച് നല്ലത് പറയാനും നമ്മളില്ല, കുറ്റം പറയാനും നമ്മളില്ല, കാരണം ഇപ്പോൾ ഈ നാട്ടിൽ തിന്മകളൊക്കെ വന്നിരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു നിലപാടിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതായിരുന്നു ചോദ്യം. ഷെയ്ഖ് പറഞ്ഞു, ഇത് ഒരു പിഴച്ച കക്ഷികളിൽപ്പെട്ട ഒരു ഇഖ്വാനിയോ അല്ലെങ്കിൽ ഒരു അശാരിയോ ഒരു സൂഫിയോ, അങ്ങനെ ഈ നാട്ടിനോട് വിരോധമുള്ള, തൗഹീദിൻ്റെ ഈ രാജ്യത്തോട് വിരോധമുള്ള ഒരാൾ പറഞ്ഞാൽ എനിക്കതിൽ അത്ഭുതമില്ല. പക്ഷെ ഒരു സലഫിയായ ഒരാൾ ഇത് പറയുന്നതാണ് അത്ഭുതം. കാരണം ഈ കാലത്ത് സലഫി അഖീദ, അഹ്ലുസുന്നത്തിൻ്റെ യഥാർത്ഥ അഖീദ പ്രചരിപ്പിക്കുന്ന ഒരേ ഒരു നാടാണിത്, ഒരേ ഒരു രാജ്യമാണിത്. ഔദ്യോഗികമായി അശാരി പിഴച്ച വിശ്വാസമോ സൂഫി വിശ്വാസമോ ഒന്നുമല്ല, മറിച്ച് സലഫി അഖീദ പ്രചരിപ്പിക്കാൻ ഏത് രാജ്യമാണ് ഉള്ളത് ഈ നാടല്ലാതെ? അതുപോലെ സിറിയയിൽ ഈ പ്രയാസം അനുഭവിക്കുന്ന ആ മുസ്ലിമീങ്ങളുടെ, ആ നാട്ടിൻ്റെ പ്രയാസങ്ങളും അവർക്ക് മേൽ മറ്റുള്ള നാടുകൾ വച്ചിരുന്ന പല പല കടുത്ത ഉപരോധങ്ങളും നീക്കാൻ ആരാണ് ഈ കാലത്ത് അതിനുവേണ്ടി അധ്വാനിച്ചത്? മുസ്ലിമീങ്ങൾ പട്ടിണി കിടക്കുന്ന നാടുകളിൽ, ഫലസ്തീൻ പോലെയുള്ള നാടുകളിൽ അവർക്ക് ഭക്ഷണം എത്തിക്കാൻ, സഹായം എത്തിക്കാൻ ആരാണ് നിലകൊണ്ടത്? ഇറാൻ പോലെയുള്ള റാഫിദി ചിന്താഗതികൾ, ഇസ്ലാമിന് നേരെ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന നാടുകൾ മുസ്ലിമീങ്ങൾ ഉപദ്രവിക്കാൻ തുനിഞ്ഞപ്പോൾ അവരെ എതിരിടാൻ നിന്നത് ആരാണ്? ലോകത്ത് സലഫി അഖീദ പ്രചരിപ്പിക്കാൻ ഇത്രയും പ്രയത്നങ്ങൾ, അധ്വാനങ്ങൾ ചെലവഴിച്ച രാജ്യം വേറെ ഏതാണുള്ളത്? ഇവിടെ യാതൊരു തെറ്റുകളുമില്ല എന്നല്ല പറയുന്നത്, തെറ്റുകളുണ്ട്, എന്നാൽ അത് മുൻപും ഉണ്ടായിരുന്നു. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കാലത്തും ഈ നാട്ടിൽ പലിശ ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഈ നാട്ടിൻ്റെ നന്മ പറയാൻ അദ്ദേഹത്തിന് അത് തടസ്സമായിരുന്നില്ല. കാരണം അത്രയും നന്മകളുണ്ട്. ഫദ്ല്, നന്മ കാണുക എന്നത് നന്മയുള്ളവരുടെ സ്വഭാവമാണ്. ലോകത്തൊരു കനീസ, ഒരു ക്രൈസ്തവരുടെ ശിർക്കിൻ്റെ ദേവാലയമില്ലാത്ത രാജ്യം മറ്റെവിടെയാണുള്ളത്? വേറെ ഏതാണ്? അപ്പോൾ നോക്കൂ, ഒരു സലഫിയായ ഒരാൾ ഇങ്ങനെ പറയുന്നതാണ് അത്ഭുതകരമായ കാര്യം. കാരണം അവൻ ആളുകളുടെ സമ്മർദ്ദത്തിൽ അകപ്പെട്ടു പോവുകയാണ്. ശരിയാണ്, തിന്മകൾ അതുണ്ട്. ആ തിന്മകൾ കാലം കഴിയുമ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം വേറൊരു ഭാഗത്ത് ധാരാളം തിന്മകൾ അത് വിലക്കുകയും അത് തടയുകയും ചെയ്യുന്നുണ്ട് ഇന്നും ഈ നാട്ടിൽ. അതിനുള്ള ഉദാഹരണമാണ് ഇവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ ഇവിടെയുള്ള നഴ്സുമാരും മറ്റും അതിനകത്ത് നഗ്നത
വെളിപ്പെടുത്തുന്നത്, ഔറത്ത് വെളിവാക്കുന്നത് ശക്തമായി ഇവിടെ വിലക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ശരീരം മറക്കുക എന്നത് നിർബന്ധമാണ്. അതുപോലെ സ്കൂളുകളിൽ അതിനുള്ളിൽ പെൺകുട്ടികൾ അവരുടെ ഔറത്ത് വെളിവാക്കുക എന്നത് ശക്തമായി ഈ നാട്ടിൽ വിലക്കപ്പെട്ടതാണ്. അതുപോലെ ധാരാളം പലിശയുമായി ബന്ധമുള്ള ഇടപാടുകൾ, കച്ചവടങ്ങൾ, ഈ തബ്ബി, പിന്നെ സമാറ പോലെയുള്ള കാര്യം, അതിലുണ്ടായിരുന്ന പലിശയുടെ വ്യവസ്ഥകൾ അത് ഈ നാട്ടിൻ്റെ ഗവൺമെൻറ് അത് വിലക്കുകയും അത് നിരോധിക്കുകയും ചെയ്തു. എന്നിട്ട് അവർക്ക് അവരുടെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തേണ്ടി വന്നു. നോക്കൂ, ഈ നാട്ടിൻ്റെ സൗദിയുടെ രാജ്യപരിധിയിൽ ഉൾപ്പെടുന്ന വ്യോമമാർഗം ഒരു ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് അടുത്ത് സംഭവിച്ച കാര്യമാണ്. സൗദിയുടെ ആകാശപരിധിയിലെത്തിയപ്പോൾ ആ ഫ്ലൈറ്റിനുള്ളിൽ അനൗൺസ് ചെയ്യുകയാണ് ഇനി എന്ത് ചെയ്യാൻ പാടില്ല, മദ്യം ഇതിനകത്ത് കുടിക്കാൻ പാടില്ല, ഫൈന് വരും എന്ന് പറയാണ് ഈ രാജ്യത്തിൻ്റെ ആകാശപരിധിയിൽ. അതുപോലെ അടുത്ത ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ് ഈ രാജ്യത്തിൻ്റെ സമുദ്രാതിർത്തിക്കുള്ളിൽ ഒരു കപ്പലിനുള്ളിൽ, അടുത്ത് മദ്യവുമായി പോകുന്ന കപ്പലാണ്, ഒരു രാജ്യത്തിൻ്റെതാണ്. അപ്പം ഇങ്ങോട്ടേക്ക് കടക്കാൻ, ഈ രാജ്യത്തിൻ്റെ പരിധിയിലേക്ക് കടക്കാൻ ഒരു അത്യാവശ്യം വന്നു അവർക്ക് കടലിലൂടെ പോകുമ്പോൾ. സൗദിയുടെ സമുദ്രാതിർത്തിയിലേക്ക് കടക്കാൻ ഒരനുവാദം ചോദിച്ചു. അതിന് മില്യൺ കണക്കിന് പണം അവർ അതിന് പകരം ഈ രാജ്യത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അനുവാദം കൊടുത്തില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഇതെല്ലാം ഈ കാലത്ത് ഈ മലിക് സൽമാൻ്റെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ്റെയും ഹഫളഹുമുല്ലാ അവരുടെ കാലത്ത് നടന്ന സംഭവങ്ങളാണ് ഇതെല്ലാം, ഈ പറയുന്നതെല്ലാം. അപ്പോൾ നോക്കൂ, ഇത് അത്ഭുതകരമായ കാര്യമാണ്. അല്ലാത്ത പിഴച്ച ഏതെങ്കിലും കക്ഷികളിൽപ്പെട്ട ആളല്ല, പക്ഷെ ദീൻ മനസ്സിലാക്കിയ സലഫികളായ ആളുകൾ ഇതുപോലെ ഈ നാട്ടിനെക്കുറിച്ച് ഇതിൻ്റെ നന്മകൾ പറയേണ്ടതില്ല, അല്ലെങ്കിൽ ഇതിനെ ആരെങ്കിലും മോശം പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടതില്ല എന്ന് പറയുന്നത് വളരെ വളരെ അത്ഭുതകരമായ ഖേദകരമായ കാര്യമാണ്. നോക്കൂ, ഈ റബീഉൽ അവ്വലിൽ നബിദിനം എന്ന ബിദ്അത്തിനെതിരിൽ 2 ഹറമുകളിൽ ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ആ ബിദ്അത്തിനെതിരിൽ ഖതീബുമാർ സംസാരിക്കുകയുണ്ടായി. ഇതടുത്തൊന്നും ഈ നാട്ടിൽ തന്നെ കേൾക്കാത്ത കാര്യമാണ്. ആ 2 ഹറമുകളിൽ ഷെയ്ഖ് പറയുണ്ടായി, 20 വർഷമായി ഞാനിത് കേട്ടിട്ടില്ല, ഈ കാലത്താണിത് ഇത്രയും ശക്തമായി പറയുന്നത്. എന്തിനാണ് അവർ പറയുന്നത്? എന്തിനാണ് അവർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? അതുകൊണ്ട് ഇങ്ങോട്ടെന്തെങ്കിലും പണം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കിട്ടാനുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, ഇത് പറയുന്നത് കൊണ്ട് ലോകം ഒന്നാകെ ഇവർക്കെതിരാണ് വരുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ, ഈ നിലപാടുകൾ എടുക്കുന്നത് കൊണ്ട് ലോകം ഒന്നാകെ യഥാർത്ഥത്തിൽ അവർക്കെതിരാണ് വരുന്നത്. അമീർ മുഹമ്മദ് ബിൻ സൽമാൻ ഹഫളഹുല്ലാ അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു വാക്കാണ്, നമ്മൾ ശക്തനാണ്, നമ്മുടെ അഖീദ കൊണ്ട്, നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ ശക്തനാണ്. അതുപോലെ അദ്ദേഹം ഭീകരവാദത്തിനെതിരിൽ ധാരാളം മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒരു സൈന്യത്തിൻ്റെ ഒരു ഏകോപന സമിതി ഉണ്ടാക്കിയ സമയത്ത് അദ്ദേഹം പറഞ്ഞ മനോഹരമായ തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ട വാക്കുകളിലൊന്നാണ്, ഭീകരവാദികൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപദ്രവം, അവർ നിരപരാധികളെ കൊല്ലുന്നു എന്നതിനേക്കാൾ വലിയ ഉപദ്രവം നമ്മുടെ ഈ ദീനിൻ്റെ മുഖം അവർ വികൃതമാക്കുന്നു എന്നതാണ്. നമ്മുടെ ദീനിൻ്റെ മുഖം അവർ വികൃതമാക്കുന്നു എന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം പറയുന്നത് ഈ നാട്ടിൻ്റെ ഭരണാധികാരികൾ, വേറെ ആരാണ് ഇതുപോലുള്ള വാക്കുകൾ പറയുന്നത്? അതുപോലെ ഇന്ത്യയിൽ അദ്ദേഹം വന്ന സമയത്തുണ്ടായ വളരെ പ്രസിദ്ധമായൊരു സംഭവമാണ്, ഗാന്ധിയുടെ ഖബറിടത്തിൽ, ശവകുടീരത്തിൽ അവിടെ ഒരു സമ്മേളനം ഉണ്ടായപ്പോൾ ധാരാളം ഭരണാധികാരികൾ വന്ന സമയത്ത് അവരൊക്കെ അവിടെ പുഷ്പാർച്ചന നടത്താൻ വേണ്ടി പോയപ്പോൾ ഒരേ ഒരു ഭരണാധികാരി അതിന് പോയില്ല. അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കെ. എന്തുകൊണ്ടാണ് പോകാത്തത്? കാരണം ഖബറിലുള്ള ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക സലഫി അഖീദക്ക്, ഇസ്ലാമിൻ്റെ അഖീദക്ക് യോജിക്കാത്ത കാര്യമാണ്. ആ സംഭവം കൊണ്ട് എന്താണ് ഉണ്ടായത്? ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെയുള്ള ചാനലുകളിൽ ചർച്ച നടന്നു. അതിൽ റിപ്പോർട്ടുകൾ ആളുകൾ പറഞ്ഞു, എന്തുകൊണ്ട് ഈ അമീർ മാത്രം, ഈ ഭരണാധികാരി മാത്രം പോയില്ല? അവർ പറഞ്ഞു, കാരണം അദ്ദേഹം സലഫിയാണ്, സലഫി അഖീദ പ്രകാരം ഈ ഖബറിങ്കൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക പാടില്ല. നമുക്കൊരു ഭരണാധികാരിയുടെ പ്രവൃത്തി കൊണ്ട് ഈ ദീനിൻ്റെ ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആളുകൾ ചർച്ച ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അത് ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. ഷെയ്ഖ് വസീഉൽ അബ്ബാസ് ഹഫളഹുല്ലാ
ഇക്കാര്യം പ്രത്യേകം സംസാരിച്ചത് നമുക്ക് കാണാം. അതുപോലെ നോക്കൂ, പ്രത്യേകം രാജകൽപ്പന, ഇവിടെയുള്ള മലിക്കിൻ്റെ കൽപ്പന ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ വരികയുണ്ടായി. എന്ത്? സലഫി ഗ്രന്ഥങ്ങൾ മറ്റുള്ള ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തണം. അതുപോലെ സലഫി ദഅവത്തുമായി ബന്ധപ്പെട്ട പ്രത്യേകം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കണം എന്നിങ്ങനെ ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികളിലും മറ്റുമുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയാം. ഞങ്ങൾക്ക് ഭരണതലത്തിൽ നിന്ന് നിർദ്ദേശങ്ങൾ നേരിട്ട് ഔദ്യോഗികമായി വരികയാണ്. ഷെയ്ഖ് പറഞ്ഞു, ഞാനിത് പറയുന്നത് ഞാനൊരു സൗദി ആയതുകൊണ്ടല്ല, മറിച്ച് അള്ളാഹുവാണ്, ഞാനൊരു സലഫി ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതല്ലാതെ ഞാനൊരു സൗദി ആയതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യമല്ല ഇത്. പക്ഷേ ഈ നന്മ സഹോദരങ്ങളെ തിരിച്ചറിയാൻ എന്തു വേണം? അതിനുള്ള മനസ്സ് വേണം. അതിനുള്ള ഉദാഹരണമാണ് ഷെയ്ഖ് ഹമ്മാദ് അൽ അൻസാരി, അതുപോലെ ഇസ്മായിൽ അൻസാരി റഹിമഹുമല്ലാ. അവർ രണ്ടുപേരും പണ്ഡിതന്മാരാണ്. അവർ മുമ്പ് ഈ സൗദിയിലേക്ക് അവർ പുറത്തുനിന്ന് വന്നു. വരുന്നതിന് മുമ്പ് ഈ നാട്ടിനെ കുറിച്ച് കേട്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ ഈ നാട്ടിലേക്ക് എന്നിട്ട് ഈ നാട്ടിലേക്ക് വന്നപ്പോഴോ അവർക്ക് ആ സന്തോഷത്തിന് മുകളിൽ ആ സന്തോഷം ഇരട്ടിച്ചു. കാരണം കേട്ട നന്മകളെക്കാൾ ഇവിടെ വന്നപ്പോൾ നന്മകൾ കണ്ടു. അതേപോലെ സയ്യിദ് ഖുത്തുബ്, ഖ്വാനുകളുടെ നേതാവ് സയ്യിദ് ഖുത്തുബ് സൗദി അറേബ്യയിലേക്ക് വന്നു, ഹജ്ജിന് വന്നു. മൂന്ന് പേരും ഹജ്ജിന് വന്നതാണ്, രണ്ടുപേരും ഹജ്ജിന് വന്നതാണ്. സയ്യിദ് ഖുത്തുബ് അതുപോലെ വന്നിരുന്നു. ആളോട് സൗദി അറേബ്യയെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത്രേ, ഹാജിമാർക്ക് സാധനങ്ങളൊക്കെ വില കൂട്ടി വെക്കുന്നൊരു രാജ്യം. മനസ്സിലായില്ലേ? ചിന്തിച്ച് നോക്കൂ, ആളുകളുടെ ചിന്താഗതിക്കനുസരിച്ച് എന്താണ് അവർ നന്മകളെ എങ്ങനെയാണ് കാണുന്നത് എന്നാലോചിച്ച് നോക്കൂ. ഈ നാട്ടിൻ്റെ നന്മകൾ മനസ്സിലാക്കണമെങ്കിൽ ഇതിന് ചുറ്റും ഇതിൻ്റെ തൊട്ടടുത്തുള്ള നാടുകളുടെ ദീനിയായ അവസ്ഥ മാത്രം ചിന്തിച്ചാൽ മനസ്സിലാവും. അള്ളാഹുവിൻ്റെ ദീൻ്റെ വിധിവിലക്കുകൾ പാലിക്കപ്പെടുന്ന കാര്യത്തിൽ ഈ നാട്ടിൻ്റെ തൊട്ട് അയൽപക്കത്തുള്ള നാടുകളുടെ കാര്യം തന്നെ ചിന്തിച്ചാൽ ഈ നാട് ഇത്രമാത്രം ഈ ദീനിനോട് അടുത്ത് നിൽക്കുന്നു, അള്ളാഹുവിൻ്റെ ദീൻ പാലിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നോക്കൂ, ഇതുപോലെ ഈ കാര്യം മനസ്സിലാക്കിയില്ല എങ്കിൽ, ഒരു സലഫിയായ ഒരാൾ ഇത് മനസ്സിലാക്കിയില്ല എങ്കിൽ അയാളുടെ കാര്യത്തിലാണ് നമുക്ക് ഖേദം തോന്നുന്നത്, അല്ലാതെ ഈ നാട്ടിൻ്റെ കാര്യത്തിലല്ല. ഈ നാട് കിതാബും സുന്നത്തും മുറുകെ പിടിക്കുന്ന കാലത്തോളം അള്ളാഹു ഈ നാടിനെ സഹായിക്കും, അള്ളാഹു ഈ നാടിന് ഇസ്സത്ത് നൽകും. ഇൻ തൻസുറുല്ലാഹി യൻസുർക്കും വയസബ്ബിത് ഖദാമക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും, അള്ളാഹു നിങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തും എന്ന് അള്ളാഹു പറഞ്ഞതാണ്. അപ്പോൾ ഈ നാട് ദിനേന ഓരോ ദിവസവും പുരോഗതിയിൽ, ഓരോ ദിവസവും വികസനത്തിൽ ഒക്കെ തന്നെയാണുള്ളത്, യാതൊരു സംശയവുമില്ല. പക്ഷേ സങ്കടം ആരുടെ കാര്യത്തിലാണ്? ഇത് മനസ്സിലാകാതെ വഞ്ചിക്കപ്പെട്ട സലഫി അഖീദയുള്ള ആളുകളുടെ കാര്യത്തിലാണ്. അതുകൊണ്ട് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഇത്രയുമാണ് ഷെയ്ഖ് ആ ചോദ്യത്തിന് പറഞ്ഞ ഉത്തരത്തിൻ്റെ ചുരുക്കം. അല്ലാഹു മുവഫിഖ്. സല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.